oath of secrecy. 61-കാരനായ മോൻസ് ജോസഫ് ഇതാ മന്ത്രിയായി അധികാരമേൽക്കുന്നു. 96-ൽ കടുത്തുരുത്തി MLA ആയും 2001-ൽ പരാജയം ഏറ്റുവാങ്ങിയും അതിൻ്റെ തൊട്ടുപിറകെ 2006-ലും 2011-ലും 2016-ലും 2021-ലും 2026-ലും ജയം നേടിയും മോൻസ് ജോസഫ്. ഞാൻ മോൻസ് ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ മോൻസ് ജോസഫ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മന്ത്രിസ്ഥാനത്തേക്ക് മോൻസ് ജോസഫിൻ്റെ രണ്ടാം ഊഴമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2007-ൽ അദ്ദേഹം അച്യുതാനന്ദൻ സർക്കാരിൽ VS അച്യുതാനന്ദൻ സർക്കാരിൽ മന്ത്രിയായിരുന്നു. 2009-ൽ PJ ജോസഫിൻ്റെ തിരിച്ചുവരവിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയുണ്ടായി. വീണ്ടും മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മോൻസ് ജോസഫ്. കടുത്തുരുത്തിയുടെ കിനാവെന്നും കടുത്തുരുത്തിയുടെ കരുത്തെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന മോൻസ് ജോസഫ് ഇതാ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു. ടീം UDFൻ്റെ മന്ത്രിസഭയിൽ, VD സതീശൻ്റെ മന്ത്രിസഭയിൽ. I now invite Sri Shibu Baby John, Minister Designate, to take the oath of office and oath of secrecy. RSPയുടെ കരുത്ത് ഷിബു ബേബി ജോൺ. 62-കാരൻ 2001 ചവറയിൽ നിന്ന് നിയമസഭാംഗമായി. 2006-ൽ തോൽവി ഏറ്റുവാങ്ങി. 2011-ൽ ചവറയിൽ വിജയിച്ചു. തൊഴിൽ മന്ത്രിയായി അദ്ദേഹം വലിയ